ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി മീൻ കീമയുടെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ അടിപൊളി റെസിപ്പിയാണ്. ചെറുമീനല്ലാത്ത എല്ലാ തരം മീനുകളും ഇതിലേക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അയിലാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മസാല പറിച്ചേക്കണം. അതിന് 1 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു അടപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി മസാല പറ്റിയ കേട്ടോ. മസാല പറ്റിയിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ എടുത്തേക്കാം. ചട്ടി ചൂടായി, ഇനി ഓയിൽ വെച്ച് കൊടുക്കാം. മീൻ ഓരോന്ന് പറക്കിയിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഹാഫ് ഫ്രൈ മതി കേട്ടോ, നന്നായി മുരിയണ്ട. അപ്പോൾ മീനൊക്കെ ഇവിടെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 സബോള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മളിതായി മീൻ വറുത്ത ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 മണി പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള നന്നായി വഴയുമ്പോഴത്തേനും സബോള നന്നായി വഴന്ന് കിട്ടുമ്പോഴത്തേനും എന്താ പറയുക, മുള്ളും പതിനും തിരിച്ചെടുക്കാറില്ലേ, അതുപോലെ നമുക്ക് മീനിൻ്റെ മുള്ളും തലയൊക്കെ വേർതിരിച്ചേക്കാം കേട്ടോ. മുള്ളൊക്കെ കളയാം. ഇതിൽക്കിടാം. തല എടുക്കാം കേട്ടോ, തല കളയണ്ട. സബോള ഒരു പകുതി വേവാണ് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും സബോളയും പച്ചമുളകൊക്കെ കൂടിയിട്ട് നന്നായി നോക്കട്ടെ. സബോളൊക്കെ നല്ല വഴങ്ങി പകുതിയുടെ പകുതിയായി. ഇനി നമുക്ക് തക്കാളിയും വേപ്പിൻ്റെയും ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇങ്ങനെ പൊടിയൊക്കെ അരിക്കണം. തക്കാളി നല്ല വഴട്ടെ. മീനിൻ്റെ മുള്ളൊക്കെ വേറെടുത്തിട്ട് പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തല കളഞ്ഞിട്ടില്ല കേട്ടോ. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞങ്ങോട്ട് കിട്ടി. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അധികം മസാലയുടെ ആവശ്യമില്ല കേട്ടോ, കുറേശ്ശെ പൊടികൾ ഇട്ട് കൊടുക്കാൻ. ഒരു ഇത്ര പോരെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അരല്ല കാലുമല്ല, അത്ര. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി. മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ കൊണ്ട് മാറട്ടെ. 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. പച്ചമുളകൊക്കെ മാറി ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു 1/4 ഗ്ലാസ്, 1/4 ഗ്ലാസിനെ കൂടി കുറച്ചും കൂടി ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം. ഇനി ഇത് നന്നായി തിളക്കട്ടെ.
നന്നായി തിളക്കട്ടെ. മീൻ ഇതിലേക്ക് വെട്ടി കൊടുക്കാം കേട്ടോ. എത്ര കളഞ്ഞിട്ട് ഇത് എവിടെ നിന്ന് നിൽക്കണം മുള്ളൊക്കെ. ഇപ്പം നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ചേക്കാം. സ്ലിമ്മിലിടാം കേട്ടോ അടച്ചിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. സ്ലിമ്മിൽ കിടന്നിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ. മിക്സ് ചെയ്ത് ഇറക്കണ നേരത്ത് തീ കൂട്ടി വെച്ചിട്ട് ചെറിയൊരു വെള്ളം ഉണ്ടാവും, അതൊന്ന് വറ്റി വരാനായിട്ട് കുറച്ച് നേരം തീ കൂട്ടി വെക്കാം കേട്ടോ. തീ കൂട്ടി വെച്ച് ഒന്നിങ്ങനെ ഇളക്കി ഇതാ ചെറുതായി വെള്ളം ഇങ്ങനെ അതൊന്ന് വറ്റിയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യും. ഇപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ ഇരുന്ന് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി മീൻ കീമ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പറായിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിളമ്പിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം വന്ന് പറയണേ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കൂടി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.